ഹായ്, ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഹാവ് എ വെരി സ്മോൾ റിക്വസ്റ്റ് മേക്ക്. ആക്ച്വലി ഐ നീഡ് യുവർ ഹെൽപ്പ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കാലം ആയുള്ളൂ, പക്ഷേ എനിക്ക് ഇന്നേ വരെ ഇവിടെ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇറ്റ് വാസ് നോട്ട് എൻ ഇഷ്യൂ അൺടിൽ നൗ. പക്ഷേ ഇപ്പോൾ ഐ ഹാവ് സം ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആൻഡ് ഐ നീഡ് യുവർ ഹെൽപ്പ്. ഞാൻ വിചാരിച്ച് കുറച്ച് ബ്രാൻഡ്സ് ആയിട്ട് കൊലാബറേറ്റ് ചെയ്യാം, പക്ഷേ ദേ വാണ്ട് ടു സീ മോർ ഓഡിയൻസ്, സ്പെഷ്യലി ഓൺ ഇൻസ്റ്റാഗ്രാം. സോ ഇഫ് യു വുഡ് ലവ് ടു സപ്പോർട്ട് മീ, പ്ലീസ് കൺസിഡർ ഫോളോയിങ് മീ ഓൺ ഇൻസ്റ്റാഗ്രാം. ആൻഡ് ഇതുവരെ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ ഡൂയിങ് ദാറ്റ്, ബിക്കോസ് ദാറ്റ് വിൽ ഹെൽപ്പ് മീ മേക്ക് മോർ വീഡിയോസ് ആൻഡ് ഓൾസോ കണ്ടിന്യൂ മൈ പ്രിപ്പറേഷൻ. And also thank you so much for your support and love, and I'm so grateful that you guys are here. Bye. പ്രിലിംസിൻ്റെ റിസൾട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അടുത്തൊരു ഷോക്ക് കിട്ടുന്നത്. എൻ്റെ റൂംമേറ്റും എൻ്റെ ഫ്രണ്ടും എൻ്റെ ബ്രദറും എൻ്റെ സപ്പോർട്ട് സിസ്റ്ററായ ഒരാൾ വന്ന് പറയടാ, ഞാൻ വീട്ടിൽ പോയിരുന്ന് പഠിക്കാൻ തീരുമാനിച്ചു. വിനായകൻ, ദിസ് ഇസ് UPSC Vault and I want you guys to meet അനന്തകൃഷ്ണൻ, എൻ്റെ AK. നിങ്ങൾ TVFൻ്റെ ആസ്പിറൻസ് പറഞ്ഞ സീരീസ് കണ്ടിട്ടുണ്ടോ? അതിലൊരു സന്ദീപ് ഭയ്യ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ആ സെയിം ക്യാരക്ടറാണ് നമ്മുടെ AK. പുള്ളി നമ്മളെ വന്ന് മോട്ടിവേറ്റ് ചെയ്യും, സമാധാനിപ്പിക്കും, കൂടെ ഇരിക്കും. അതുപോലെ തന്നെ പഠിച്ചില്ലെങ്കിൽ എടാ പഠിക്കടാ, ഫോൺ മാറ്റി വെക്കടാ, അങ്ങനെയൊക്കെ വന്ന് പറയും. ആൻഡ് ഇങ്ങനെ ഒരാൾ പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന് കേൾക്കുമ്പോഴേ എന്തോ നല്ലൊരു വിഷമമാണ്. വീണ്ടും കാണുമെന്നുള്ളത് ഉറപ്പാണെങ്കിൽ പോലും ഇനി എപ്പോഴാണ് കാണുക എന്നുള്ളൊരു ചോദ്യമാണ്. ആൻഡ് എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു വിഷമമുണ്ട്. ഇവിടെ വരുമ്പോൾ എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ പോലും ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ ഒരു ഫാമിലി ഫീലിംഗ് ആണ്. ഇവരുടെ കൂടെ ആണല്ലോ നമ്മൾ 24/7 സ്പെൻഡ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരാൾ പോവാന്ന് പറയുമ്പോൾ നല്ല വിഷമമാണ്. നിങ്ങളോടൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് ഒന്ന് പഠിക്കണമെന്ന് പറയാനും കാരണം ഇതാണ്. ഇതുപോലുള്ള ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവും. And I'm so much happy and grateful that I could meet him, spend time with him. രാവിലെയൊക്കെ തമാശയായി പറഞ്ഞെങ്കിലും ഉച്ചയ്ക്ക് ശേഷം എല്ലാവർക്കും നല്ല വിഷമമായിരുന്നു. ആ ഒരു പോകാനുള്ള സമയമായി എന്നുള്ള എല്ലാവർക്കും അറിയാം. കുറച്ച് കളിച്ച് ചിരിച്ചിരുന്നെങ്കിൽ പോലും നീ ഇപ്പം തന്നെ ഊബർ വിളിക്കണമല്ലോ എന്നുള്ളതായിരുന്നു മനസ്സിൽ. ഞാനും അമലും സുദേവുമാണ് ഇവൻ്റെ കൂടെ ആദ്യം തൊട്ടേ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് 3 പേർക്കുമാണ് ഏറ്റവും കൂടുതൽ വിഷമം. അവൻ അവസാനം വരെ വണ്ടി കയറ്റി വിടാൻ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ അവൻ്റെ കൂടെ മെല്ലെ ഇറങ്ങി. അവൻ്റെ മുഖത്തും ആ വിഷമം കാണാനുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരോടും ചിരിച്ച് കളിച്ച് ഹായും ബായും എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ കയറി പോവാ. അവൻ എന്തായാലും ഡിസംബറിൽ തിരിച്ചു വരും, അടുത്ത പ്രിലിംസിൻ്റെ സമയമാകുമ്പോഴേക്കും. പക്ഷേ എന്നാലും ഈ ഒരു സത്യം, എല്ലാവരും ഒരു ദിവസം ഇവിടുന്ന് പോകണമല്ലോ എന്നുള്ളൊരു വിഷമം അതിന് മനസ്സിൽ കുറച്ചു കാലം തങ്ങിയിരിക്കും. എനിക്കും ഇതുപോലെ പോവേണ്ടി വരും ചിലപ്പോൾ, അറിയില്ല. വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് തുടങ്ങിയിട്ടോ, അതുകൊണ്ടാണ്. അത് പറഞ്ഞപ്പോഴാണ് അടുത്ത് തന്നെ ചിലപ്പോൾ സുദൈവം പോകും. ഈ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളത് അവൻ അറിയില്ല. മനസ്സിലാകെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റട്ടെ എത്രയും പെട്ടെന്ന്. എന്നിട്ട് വീണ്ടും ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി പഴയതുപോലെയൊക്കെ ആഘോഷിക്കാനും ചിരിക്കാനും ഒക്കെ പറ്റട്ടെ. I am Vinayak and this is UPSC Vault, and see you in the next video. Bye. Thank you.